Hi guys and welcome back to our YouTube channel Sumaki Family. So ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ഫേസ് മാസ്ക് ഷീറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും ഫേസ് മാസ്ക് ഷീറ്റ്. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിനെ അത് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനും മോയ്സ്ചർ ആയിട്ടിരിക്കാനും അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് റിഫ്രഷ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ മുഖമൊക്കെ ഡള്ളായി ഇരിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഇത് ഈ ഷീറ്റ് മാസ്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക ഫേസൊക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇത് മുഖത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു 50 to 20 minutes വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും, മോയ്സ്ചർ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് വിൽ എക്സ്പ്ലോയിറ്റ് അവർ സ്കിൻ ഓൾസോ. സോ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇത് പല എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന മിൽക്ക് ആൻഡ് ബനാനയുടെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 50 റുപ്പീസാണ്, 150. പിന്നെ അത് 25 ml ആണ് കേട്ടോ. ദാറ്റ് ഈസ് 25 ml. പിന്നെ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഡു നോട്ട് യൂസ് ദിസ് പ്രോഡക്റ്റ് ഇഫ് ദർ ഈസ് ഫേഷ്യൽ ഇൻഷുറി ഉണ്ടെങ്കിൽ, ആൻഡ് ഇൻ ഐ rinse immediately with water, and do not use it for children under 3 years old. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇത് നമ്മൾ മുഖമൊക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം 50 to 20 minutes നമ്മളിത് വെക്കാൻ ശേഷം നമ്മൾ തുടച്ച് കളയേണ്ട കാര്യമില്ല. നമ്മുടെ മുഖത്തൊരു വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഈർപ്പമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ തുടച്ച് കളയേണ്ട കാര്യമില്ല. കാരണം അത് ഇതിൻ്റെ എസെൻസ് ആണ്. ഇതിനുള്ളിൽ എന്താണ് കണ്ടൻറ്റ് ഉള്ളത് വെച്ചാൽ അതിൻ്റെ എസെൻസ് ആയിരിക്കും. അത് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കിട്ടും വേറെ. ഇപ്പോൾ ഇതിപ്പോൾ മിൽക്ക് ആൻഡ് ബനാനയുടെയാണ്. അതുപോലെ നമുക്ക് പല ഫ്രൂട്ട്സുകളുടെയും കിട്ടും. പിന്നെ അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കി വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടില്ലേ, അത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. നല്ലൊരു നമ്മുടെ ഫേസ് നല്ലൊരു എന്താ പറയുക തണുപ്പൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു സുഖം തന്നെയാണ്. സോ ഇത് കണ്ടോ, ഒരു വെറ്റ് ടിഷ്യൂവിൻ്റെ പോലെയാണ് എൻ്റെ ഒരു സംഭവം. സോ ഇതാണ് സംഭവം. ദിസ് ഇസ് ദ ഷീറ്റ് മാസ്ക്. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു മിൽക്ക് ആൻഡ് ബനാനയാണ്. ഇതെങ്ങനെയാണ് ചെയ്തത്? ഞാൻ എൻ്റെ മുഖം ഓൾറെഡി വാഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തതാണ്. നമുക്കത് ഈ എന്താ പറയുക ഈ ഫേഷ്യലൊക്കെ ചെയ്യില്ലേ, അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഈ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ നമ്മുടെ മുഖം ഡള്ളായിരിക്കും, അപ്പോഴും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് വീട്ടിൽ വന്നു കഴിഞ്ഞ്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഇത് ഒരു മാസ്ക്. ഈ ഭാഗമാണ് ഇതിൻ്റെ ഇപ്പുറത്തൊരു പ്ലാസ്റ്റിക് ഒരു കവറിങ്ങാണ്. ഈ ഭാഗത്താണ് ഇതിൻ്റെ ആ എസെൻസൊക്കെ ഇരിക്കുന്നത്, മിൽക്ക് ആൻഡ് ബനാന. സോ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പോവുകയാണേ. മൂക്കല്ലേ ഇത്, ഞാൻ മൂക്കണ്ട്. ഇനി ഇതിങ്ങനെ വയ്ക്കുക. ഇനി നമ്മൾ മാസ്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം. നമ്മളിങ്ങനെ ഒട്ടിച്ചു വെക്കാം. അല്ലോ,
ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ 15 to 20 minutes വെയിറ്റ് ചെയ്യുക. അതിനുശേഷം റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ പ്ലാസ്റ്റിക് ഇതുണ്ടാവും. നമ്മളത് വെച്ചതിന് ശേഷം നമ്മൾ പതുക്കെ ഇത് പീൽ ചെയ്തെടുക്കുക. അതിനുശേഷം 15 to 20 minutes കീപ്പ് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, നമ്മൾ 20 minutes വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഒക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെടുക്കാം. തുടച്ച് കളയണ്ട, അതിൻ്റെ ആ ഒരു എസൻസ് മുഖത്തിരിക്കുന്നത് നല്ലതാണ്. തുടച്ച് കളയേണ്ട കാര്യമില്ല കേട്ടോ. അത് നമ്മൾ ഇതിലുള്ള എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ എസൻസാണ് ഉള്ളത്. അപ്പോൾ തുടച്ച് കളയാണ്ട് ഇരിക്കുന്നതായിരിക്കും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഷീറ്റ് മാസ്ക്. നമ്മുടെ മുഖം നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് മോയ്സ്റ്റ് ആയിട്ട് ഇരിക്കും. ഓക്കെ, സോ ആരെങ്കിലും ഉപയോഗിക്കാത്തൊരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കും കേട്ടോ. നല്ലതാണ്. ടാനിനുള്ളതുണ്ട്, അപ്പോൾ തന്നെ ഡ്രൈനെസ്സിനുള്ളതുണ്ട്, ഗ്ലോയിങ് സ്കിന്നിനുള്ളതുണ്ട്. പല ടൈപ്പ് ഓഫ് ഷീറ്റ് മാസ്ക് ഉണ്ട്. സോ വാങ്ങിച്ചൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ പിന്നെ വാങ്ങിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എനിക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.